ഹേ ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കമൻറ്റ് അനുസരിച്ചിട്ട് ഒരു പേർപ്പിൾ തീമുള്ള ജേണലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമൻറ്റ് ഇട്ട ആൾ ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹായ് അലീന, നിങ്ങളുടെ പേരും കമൻറ്റ് ഇട്ടാൽ ഞാൻ അതിന് ഹായ് പറയാം കേട്ടോ. ആൻഡ് ഒരാൾ എന്നോട് നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഞാൻ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടാൽ ഞാൻ ഉറപ്പായി ചെയ്യാം. അപ്പോൾ പേർപ്പിൾ തീമുള്ള സപ്ലൈസൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിന് ആദ്യം ഞാനും ഒട്ടിച്ച് കൊടുക്കുന്നുള്ളത് അതൊരു ഗ്രിഡ് പാറ്റേൺ ആട്ടോ. ഗ്രിഡ് പാറ്റേണിന് മിഡിലായിട്ട് ഹാർട്ട്സും കുറച്ച് ഡോട്ട്സും വരുന്ന പാറ്റേൺ ആട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർഫ്ലൈ ആണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് സപ്ലൈസസ് വെച്ചിട്ടാണ് ഞാൻ ഒരു ജേർണൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ബട്ടർഫ്ലൈ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ആൻഡ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കിക്കോളാം കേട്ടോ ഗൈസ്. ആൻഡ് ഒരു ഗ്രിഡ് പാറ്റേൺ തന്നെ താഴെയായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു മിഡിൽ പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. ബട്ട് അതൊരു ഫുൾ പേജ് എന്ന് പറയുന്ന പോലെ ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് ഞാൻ ഇതെങ്കിലും ചെയ്തില്ല. അപ്പോൾ അതിനും ചെയ്യാട്ടെ നമ്മൾ. ആൻഡ് ഓക്കെ, ആൻഡ് ഒരു ഹാപ്പിന്ന് റൈറ്റിംഗ് കൂടി ഞാൻ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഗ്ലിറ്റർ സ്റ്റിക്കർ ഷീറ്റും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് മൈ ഫേവറേറ്റ് സ്റ്റിക്കർ ആട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇവിടെ തന്നെ ഫാൻസിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഗ്ലിറ്റർ ഷീറ്റാണ്. ഞാൻ വാങ്ങിച്ചതല്ല, എനിക്ക് വാങ്ങി തന്നതാട്ടോ. മേഡമാണ് എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊന്ന് മിഡിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. വീണ്ടും ഒരു ഗ്രിഡ് പാറ്റേൺ താഴെയായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ മീൻസ് നമ്മുടെ ആ പാറ്റേൺ പേപ്പറിൻ്റെ താഴെ കേട്ടോ, അതും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഒരു സ്റ്റാർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സ്റ്റാർ പോലെ കാണുന്നുണ്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോലെ കാണുന്നുണ്ടോ എന്ന് താഴെ കമൻറ്റ് ഇടാം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റാറായിട്ട് ചെയ്യാനാണ്. ബട്ട് അത് പെർഫെക്ഷനിൽ വരാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പേർപ്പിൾ കളർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ 5th സ്റ്റാൻഡേർഡിൽ ചെയ്തിട്ടുള്ള ജേർണൽ സപ്ലൈസസ് ആണ് കേട്ടോ. ആൻഡ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാഷ് ടേപ്പും ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അർജൻറ്റിലേക്കൊക്കെ ഇതുപോലെ ആട്ടോ ഞാൻ ചെയ്യാറ്. നമ്മുടെ ആ ഒരു വാഷ് ടേപ്പല്ല, നമ്മുടെ മാസ്കിങ് ടേപ്പിൻ്റെ മുകളിൽ തന്നെ ഡ്രോ ചെയ്തിട്ട് വേണ്ടത് ഡ്രോയിങ് ചെയ്തിട്ട് അതിനൊന്ന് കയറിയിട്ട് നമ്മുടെ ജേർണലിൻ്റെ ബുക്കിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമാവില്ലേ, നമ്മൾക്ക് എളുപ്പപ്പണിയാലേ നമ്മളിപ്പോഴും നോക്കിയിട്ട് പോവാറ്. അപ്പോൾ അതിന് നമ്മുടെ പാറ്റേൺ പേപ്പറിൻ്റെ മുകളിലും താഴെയും മിഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടുള്ള വാഷ് ടേപ്പാണ്. ഇത് പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള മാസ്കിൻ ടേപ്പാട്ടോ. വാഷ് ടേപ്പാട്ടോ. അപ്പോൾ പേപ്പർ കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഒരു കാലത്ത് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണല്ലേ. അപ്പോൾ അതിനും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം അങ്ങോട്ട് പേർപ്പിൾ മയമായിട്ടുണ്ടല്ലോ. ഞാൻ ഏറ്റവും അധികം ചെയ്തിട്ടുള്ളത് തന്നെ തീം വെച്ചിട്ടാട്ടോ. ജേർണലൊക്കെ തീം വെച്ചിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് നമ്മുടെ എംടി പ്ലേസ് ആയിട്ട് കാണുന്ന സൈഡ്സൊക്കെ കുറച്ച് വിരകൾ അങ്ങോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ജേർണൽ എന്ന് പറഞ്ഞാൽ റൈറ്റിങ്സ് ആല്ലേ, അപ്പോൾ കുറച്ച് കോഡ്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. ലൈക്ക് ചെയ്യുക, ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.